വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ ഡിസംബർ 7 നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടന് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിട്ട് നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി നമ്മുടെ വെഡ്ഡിങ് വീഡിയോ ഒക്കെ ഇടുന്നതാണ്. ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പവനജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര പവനജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ भक्तजन परिवाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल भक्तजन परिवाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പം ഞാനും പാറും അമ്മയും കൂടിയാണ് ഗോൾഡ് എടുക്കാൻ വന്നിട്ടുള്ളത്. വർക്കല മാർവൽ ജ്വല്ലറിയിലാണ് വന്നത് കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത ഷോപ്പാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ യൂട്യൂബിൽ സെയിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസം ആവാറായി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കി ചേട്ടൻ എന്തെങ്കിലും കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതുവഴി നമുക്ക് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ റിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്തത്. അപ്പം മാക്സിമം ഞാൻ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്, കുറേയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒരു വ്ളോഗായിട്ട് എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ റിങ്ങൊക്കെ വാങ്ങി. ഇത് നമ്മളെ 7-ാം തീയതി വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ രാവിലെയാണ് കേട്ടോ. രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശിവനടയിൽ. ഏട്ടനും രാവിലെ ജിമ്മിൽ പോകണതുകൊണ്ട് ചേട്ടൻ രാവിലെ പോയി. അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ വന്ന് ഇനി വീട്ടിൽ പോയിട്ട് കുറേ പരിപാടികളുണ്ട്. ഭയങ്കര വലിയ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലുള്ളവരെയും പിന്നെ ചേട്ടൻ്റെ റിലേറ്റീവിനെയും പിന്നെ അടുത്ത വീട്ടിലുള്ളതും പിന്നെ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മൾ കേക്ക് മുറിക്കുന്നതിന് മുമ്പുള്ള ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്തിട്ടാണ്. ഇതാണ് ഡ്രസ്സ്. ഇതെനിക്ക് ചേച്ചി വാങ്ങി തന്നതാണ് കേട്ടോ. കേക്ക് മുറിക്കാനായിട്ട് എനിക്കും ഏട്ടനും കൂടി ചേച്ചിയുടെ വകയായിരുന്നു ഡ്രസ്സ്. അപ്പോൾ നമ്മൾ റെഡിയായി. ഇനി കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ കേക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വെറൈറ്റി കേക്കാണ് കേട്ടോ. അപ്പം കുറേ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ മുറിക്കാൻ. അപ്പം ഒരു ഉച്ച 1 മണി 1:30 ടൈമായി കേക്കൊക്കെ മുറിക്കാനായിട്ട്. കാരണം ആ ടൈമിലാണ് എല്ലാവരും വന്നത്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യിക്കാൻ നിന്നില്ല. ആ ടൈമിൽ തന്നെ എല്ലാം ചെയ്യാനായിട്ട് നോക്കി.
നമ്മളെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇത് അനിയൻ്റെ വക ചേട്ടനും എനിക്കും കൂടി ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ കുറച്ച് ഇമോഷണലൊക്കെ ആയി. കാരണം ചേട്ടൻ അത്രയും കരുതിയില്ല ഞാൻ കൊടുക്കും എന്നുള്ള കാര്യം. അപ്പം അതൊക്കെ കണ്ടിട്ട് കുറച്ച് ഇതൊക്കെ ആയി. പിന്നെ അതിനുശേഷം നമ്മൾ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ നല്ല സന്തോഷത്തോടെ നമ്മളെ പാർട്ടിയെ കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കേട്ടോ. പിന്നെ എൻ്റെ അമ്മയൊക്കെ പോകാനായിട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കുവാണ്. പിന്നെ ലാസ്റ്റാണ് ഞാനും ചേട്ടനും അനിയനും കൂടിയൊക്കെ ഫുഡ് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അമ്മയ്ക്കൊക്കെ പോകാൻ. പിന്നെ രാത്രി നമുക്ക് ചെറിയൊരു DJ പാർട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ പോണതും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ചില ടൈമിൽ എടുക്കുന്ന കാര്യം വിട്ടുപോകും. പിന്നെ പെട്ടെന്ന് ഓർക്കുന്ന ടൈമിലാണ് ഫോൺ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്നതും. ഇതിൻ്റെ ഇടയിൽ സംഭവം അതിൻ്റെ കാര്യമൊക്കെ വിട്ട് അങ്ങനെ എല്ലാം കൂടി ഒരു അവിയൽ രൂപത്തിലെടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോകാനായിട്ട് ഓട്ടോ ഒക്കെ വന്ന് അങ്ങനെ അവരും പോവുകയാണ്. ഇനി നമുക്ക് രാത്രി DJ ഒക്കെ പോണതും ഫുഡ് കഴിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും ഇപ്പോൾ സാൻഡി ബേ കഫേയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് ചെറിയൊരു പാർട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ പുറത്ത് നല്ല പാട്ടും ബഹളവും ഡാൻസും കുറേ നല്ല രസമുണ്ട് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കാറ്റും തണുപ്പും അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഫീലിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സൂപ്പറാണ് കേട്ടോ ഇരിക്കാനൊക്കെ. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ടൈം പോണതേ അറിയുന്നില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതിനകത്ത് ഇരിക്കാൻ. കാരണം സായിപ്പും മദാമ്മമാരും ഡാൻസും പിന്നെ പാട്ടുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതും പിന്നെ സ്പൈസി ആയിട്ടുള്ളതാണ്. പിന്നെ 2 ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, ചേട്ടൻ തണ്ണിമത്തൻ്റെയും ഞാൻ പിന്നെ ഓറഞ്ച് ജ്യൂസുമാണ് എടുത്തത്. ഫുഡ് കഴിക്കുന്നത് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ പുറത്തെ ഫുഡൊക്കെ വേറൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫുഡെന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. നമ്മളാ സാധാ ഫ്രൈഡ് റൈസ് പോലെ അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ. ഫ്രൈ ആണെങ്കിലും വേറൊരു രീതിയിലാണെങ്കിലും സ്പൈസിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും നല്ലൊരു ആസ്വദിച്ചൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയൊരു പ്ലേസാണ്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് വാഷൊക്കെ ചെയ്ത് നമ്മളിനി വീട്ടിലോട്ട് പോകാനായിട്ടുള്ള പരിപാടിയിലൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും DJ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ വേറെ രീതിയിലൊക്കെ ആയി. അവിടെ ഫുള്ള് ഡാൻസായി. ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നവരെല്ലാവരും എഴുതി ഡാൻസും കാര്യങ്ങളായി. പിന്നെ നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ വേഗം വീട്ടിലോട്ട് വരാനായിട്ടൊക്കെ നിന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കണം കേട്ടോ. കാരണം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.